എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സ്രാവ് തോരൻ തയ്യാറാക്കിയാലോ. ഇത് തയ്യാറാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ സ്രാവാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് 1/2 കിലോ ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട. 1/2 കപ്പിലും താഴെയാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ മീൻ കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അത് മാത്രമല്ല ഈ വെള്ളം ഒന്ന് വറ്റി വരാനുമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് തുറന്ന് വെച്ചിട്ടാണ് ബാക്കി വേവിച്ചെടുത്തത്. ഇതിപ്പോൾ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് ഇപ്പോൾ ചേർത്തത്. 3 വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇപ്പോൾ ചേർക്കുന്നത്. അടുത്തതായിട്ട് 1 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാനിതിലെ മുള്ളൊക്കെ ഒന്ന് നീക്കം ചെയ്യുകയാണ്. അപ്പോൾ മീൻ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മുള്ളൊക്കെ മാറ്റിയ ശേഷം ഇതിന് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടും. ഇങ്ങനെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. അപ്പോൾ തേങ്ങയുടെ കൂട്ടിലേക്ക് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. നല്ല തരിതരിപ്പായിട്ട് വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മീൻ ഇവിടെ ഞാനെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അരപ്പും കൂടി ഒന്ന് ചേർക്കുകയാണ്. ഈ അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 3 ഉണക്കമുളകാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ തിരുമ്മി യോജിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെയും തേങ്ങയുടെയും കൂട്ടാണ് ചേർക്കാനുള്ളത്. ഇത് ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ തുറന്ന് തന്നെ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ മീനെല്ലാം പാകത്തിന് വെന്തിരിക്കുകയാണ്. ആ ഒരു അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നമുക്ക് തുറന്ന് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആക്കി വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണയായിട്ട് വീട്ടിൽ അമ്മ തയ്യാറാക്കുമ്പോൾ ഈ സ്രാവ് തോരൻ്റെ കൂടെ മുരിങ്ങയിലയും കൂടി ചേർക്കാറുണ്ട്. ഇപ്പോൾ മുരിങ്ങയില ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്തത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്